ഹേ ഗായ്സ്, ഞങ്ങൾക്ക് ഇന്നൊരു വലിയ ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടപ്പുറത്തുനിന്ന് കിട്ടിയതാണ്, ചൂണ്ടിയിടാൻ പോയപ്പോൾ കിട്ടിയ ലക്കിന് കിട്ടിയതാണ് കേട്ടോ. ഒന്ന് കമ്മട്ടിന്ന് ഏതാണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഏട്ടൻ തന്നെ അപ്പോൾ അതിനിരുന്ന് വെട്ടി മുറിച്ച് അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ ഒരു കറിക്കുള്ളതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളോർത്ത് റോസ്റ്റ് ചെയ്യാമെന്നൊക്കെ ഓർത്ത് അപ്പോൾ ഏട്ടൻ ഇവിടെ ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇവിടെ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കടുക്, കറിവേപ്പില, ഉള്ളി, സവാള, പച്ചമുളക് എന്താണ്ടൊക്കെ ഇട്ട് നല്ലപോലെ വഴട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊടി ഐറ്റംസ് ഒന്നും ഇട്ടപ്പോൾ ഞാനില്ലായിരുന്നു ഗൈസ്, ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് ഇവിടെ നല്ല പണിയിലാണ്, അതെല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ തക്കാളി അതൊക്കെ ഇട്ട് വരട്ടുകയാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ക്രാബ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഞണ്ട് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വന്നു കേട്ടോ. അപ്പം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ഇതിൽ വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് കഴിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത് വലിയ ക്രാബ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല കട്ടിയായിരുന്നു. ചെറുത് എങ്ങനെയാണെന്നും എനിക്ക് അറിയത്തൊന്നുമില്ല, നല്ല കട്ടിയായിരുന്നു. പക്ഷെ നല്ല മാംസം ഉണ്ടായിരുന്നു ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.